dear students, welcome to my class. എൻ്റെ പേര് റജീന. ഞാൻ ഇന്ന് SCERT സിലബസിലെ 10th ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. അത് ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. ആദ്യമായിട്ട് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സമമായിട്ട് അന്തരം വരുന്ന ശ്രേണികൾ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇത് എന്തിനെ കുറിച്ചാണെന്നുള്ളത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ പ്രീ റിക്വസിറ്റ്സ് മുന്നറിവായിട്ട് പറയാനുള്ളത് പാറ്റേൺ എന്താണ്, സീക്വൻസ് എന്താണെന്നൊക്കെയാണ്. അപ്പോൾ പാറ്റേൺ സീക്വൻസ് ഒക്കെ പറയുമ്പോൾ അത് എന്തിനെ കുറിച്ചാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാരണം ഒബ്ജക്ട്സ് ആവാം, സാധനങ്ങൾ എന്തെങ്കിലും വെച്ച് നമ്മൾ ക്രമത്തിൽ ഇങ്ങനെ എഴുതുന്നതാവാം, അല്ലെങ്കിൽ നമ്പറുകൾ ക്രമത്തിൽ ഇങ്ങനെ വെച്ച് എഴുതുന്നതാവാം. ഏത് രീതിയിലും ഒരു ക്രമം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്കതിനെ പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ ഒബ്ജക്ട്സ് വെച്ചിട്ട് ക്രമത്തിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വെക്കുക, പിന്നെ രണ്ടാമത് ഒന്ന് വെക്കുക, പിന്നെ മൂന്നാമത് ഒന്ന് വെക്കുക, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് പോകാം. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റുകളുടെ പാറ്റേൺ ക്രമം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ ക്രമത്തിൽ വെക്കുക എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ ക്രമം നമ്മളൊരു പ്രത്യേക നിയമം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ ക്രമത്തിനെ നമ്മൾ ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയും. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും ഒരു പ്രത്യേക നിയമം അവിടെ പാലിച്ചുകൊണ്ടാണ് ചെയ്തു പോകുന്നതെങ്കിൽ നമ്മൾ ആ ക്രമത്തിനെ, ആ ഒബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ നമ്പറുകളുടെ ക്രമത്തിനെ നമ്മൾ സീക്വൻസ് എന്ന് പറയും. നോക്കൂ, കുറേ ഒബ്ജക്ട്സ് ഞാനിവിടെ വെച്ചത് കണ്ടോ. ഇവിടെ നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു പാറ്റേൺ എന്ന് പറയും. പക്ഷെ ഇത് നമുക്ക് സീക്വൻസ് ആക്കാൻ കഴിയില്ല. കാരണം എന്താണ്, ഇതിൻ്റെ അടുത്തൊരു ടേം നമ്മൾ എങ്ങനെ പറയണം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എന്തും ആവാം, എന്തും നമുക്കിവിടെ വെക്കാം അല്ലേ. ഇങ്ങനെയുള്ള ഒബ്ജക്ട്സ് ഇതേ രീതിയിൽ ക്രമീകരിക്കുന്നതിന് നമ്മൾ പാറ്റേൺ തന്നെയാണ് പറയുക കേട്ടോ. പാറ്റേൺ അതിനും പറയും. ഒരു ക്രമത്തിൽ ഇങ്ങനെ വെക്കുന്ന, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, വേറൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ആ രീതിയിൽ അങ്ങനെ വെച്ച് പോകുന്നതിനാണ് നമ്മൾ പാറ്റേൺ അല്ലെങ്കിൽ ക്രമം എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റത്തെ വരിയിൽ ഞാൻ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ 2 ക്ലാസ്, മൂന്നാമത്തെ 3 ക്ലാസ്. അപ്പോൾ ഇത് നമുക്കൊരു പാറ്റേൺ ഫോം ചെയ്യും അല്ലേ. ഇതിൽ 4ാമത്തെ വരി നമുക്ക് പറയാൻ കഴിയുമോ? എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പോൾ 4 എണ്ണം ഉണ്ടാവും. അങ്ങനെ വരുന്നത് നമുക്ക് ഇവിടെ റൂൾ ഉണ്ടല്ലോ, 4 എണ്ണമാണ് വെക്കേണ്ടത് അല്ലേ. പിന്നെ നമുക്ക് അടുത്ത വരിയിൽ എന്ത് വരും നോക്കൂ. അടുത്ത വരിയിൽ എത്ര എണ്ണം വരും? 5 എണ്ണം വരും അല്ലേ. ഇങ്ങനെ നമുക്കിതിങ്ങനെ വെച്ച് പോവാം അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന പാറ്റേണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി 4ാമത്തെ വരിയിൽ എത്ര എണ്ണം വെക്കേണ്ടി വരും? 8 എണ്ണം അല്ലേ. 5ാമത്തെ വരിയിൽ 10 എണ്ണം. ഈ രീതിയിൽ നമുക്കങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇതും ഒരു പാറ്റേണുമാണ്, അതേസമയം സീക്വൻസുമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്പർ പാറ്റേൺ എന്താണെന്ന് നോക്കാം. അതായത് സംഖ്യാക്രമം. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സംഖ്യകൾ ഫസ്റ്റ് 1, പിന്നെ 2ാമത്തത്, 3ാമത്തത്, പിന്നെ അങ്ങനെ എക്സെട്ര ആ രീതിയിൽ നമ്മൾ എഴുതി പോകുന്നതാണ് നമ്പർ പാറ്റേൺ, അതായത് സംഖ്യാക്രമം എന്ന രീതിയിൽ പറയുന്നത്. അവിടെ നമ്മൾ നമ്പർ പാറ്റേൺ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേക റൂളൊന്നും വേണമെന്നില്ല. നമുക്ക് ഏത് നമ്പേഴ്സും ഏത് രീതിയിൽ വേണമെങ്കിലും ക്രമത്തിൽ ഇങ്ങനെ എഴുതി പോകാം. ഓക്കെ, നോക്കൂ, നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ മുൻപ് കൂട്ടി പഠിച്ച നമ്പർ പാറ്റേൺസ് ആണ് ഇതൊക്കെ. നാച്ചുറൽ നമ്പേഴ്സ് അതായത് എണ്ണൽ സംഖ്യകൾ എങ്ങനെയുള്ളതാണ്? 1, 2, 3, 4 എക്സെട്ര. ഈവൻ നമ്പേഴ്സ് അതായത് ഇരട്ട സംഖ്യകൾ നമുക്കറിയാലോ അല്ലേ. 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 2ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകൾ 2, 4, 6, 8 എക്സെട്ര. പിന്നെ ഓഡ് നമ്പേഴ്സ്, അതായത് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് വിളിക്കുന്നു, അത്
എങ്ങനെയുള്ളതാണ്? രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്? 1, 3, 5, 7 എക്സെട്ര. പിന്നെ പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഒന്നിനെ കൊണ്ടല്ലാതെ ഒരു നമ്പറിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? 1, 3, 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 4/2 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. ഇവിടെ നോക്കൂ, 5, 7 എന്നൊക്കെ പറഞ്ഞ ഈ നമ്പറിനെ കൊണ്ടൊന്നും നമുക്ക് ഒന്നിനെ കൊണ്ടല്ലാതെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള നമ്പറിനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി നമ്പർ സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേക റൂള് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് പറയാം? ആ നമ്പർ പാറ്റേണിനെ നമ്പർ സീക്വൻസ് ആണെന്ന് പറയാം അല്ലേ? നമ്പർ സീക്വൻസ് അതായത് സംഖ്യാശ്രേണി, അത് ഈ പറഞ്ഞ പാറ്റേണിൽ വരുമോ എന്ന് നോക്കാം. ഇതൊരു സീക്വൻസ് ആവുമോ എന്ന് നോക്കാം. എങ്ങനെ ആവുമോ നോക്കുക? ഇതിൻ്റെയൊക്കെ അടുത്ത ടേംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നോക്കൂ, അടുത്ത ടേംസ് 1, 2, 3, 4 കഴിഞ്ഞ അടുത്ത ടേം എന്തായിരിക്കും? 5, 6. ഇവിടെ എന്തായിരിക്കും? 10, 12 അല്ലേ? ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇതിൽ നമുക്കൊരു പ്രത്യേക റൂൾ ഉണ്ട് നമുക്കറിയാം. ഇവിടെ ഇരട്ട സംഖ്യകളാണ് നമ്മൾ എഴുതാൻ നമുക്കറിയാം, ഇവിടെ ഒറ്റ സംഖ്യകളാണ് നമ്മൾ എഴുതാൻ നമുക്കറിയാം. അപ്പോൾ നമുക്കിതൊക്കെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. പ്രൈം നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇനിയുള്ള 13 കഴിഞ്ഞാലുള്ള നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റാത്ത നമ്പർ ഏതൊക്കെയാണ്? 17, 19. ഈ രീതിയിലൊക്കെ നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റാത്ത നമ്പേഴ്സിനെ കാണാൻ പറ്റും ആണല്ലോ. അപ്പോൾ നമ്മൾ സീക്വൻസ് എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് മുന്നേ അറിയുന്ന കുറെ നമ്പർ പാറ്റേൺ വെച്ച് നമ്പർ പാറ്റേൺ എന്താണെന്നും നമ്പർ സീക്വൻസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നോക്കൂ, ഞാനൊരു പാറ്റേൺ എഴുതിയിരിക്കുകയാണ് ഇവിടെ. ഈ പാറ്റേൺ സീക്വൻസ് ആണോ പാറ്റേൺ ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് സീക്വൻസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ നോക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റൂൾ ഇതിലുണ്ടോ എന്ന് നോക്കുക അല്ലേ? അപ്പോൾ ആ റൂൾ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും രീതിയിൽ ഇത് കൂട്ടി പോവുകയാണോ കുറച്ച് പോവുകയാണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് വരുന്ന 2 ടേമുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, 8 - 4 എന്ത് വരും? 4. അടുത്ത നമ്മൾ ഇത് നോക്കുകയാണെങ്കിലോ 20 - 8 എന്താ വരിക? 12. അടുത്ത 20 - 30 നോക്കുകയാണെങ്കിലോ -30 - 20 അപ്പോൾ എന്ത് വരും? -50. അടുത്ത നോക്കുകയാണെങ്കിലോ 100 - -30 എന്ത് വരും? 100 + 30 എന്നാണ് വരിക. അത് നമുക്ക് എന്ത് പറയാം? 130 എന്ന് പറയാം. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഒരു റൂൾ ഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് എ സീക്വൻസ്. ഇതൊരു സീക്വൻസ് അല്ല, അത് ഒരു പാറ്റേൺ മാത്രമാണ്, നമ്പർ പാറ്റേൺ മാത്രമാണ്, സീക്വൻസ് അല്ല എന്ന് പറയാം. ഇനി ഇത് നോക്കി നോക്കൂ, 1, 4, 9, 16 എക്സെട്ര. ഈ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ടേംസ് ഒക്കെ പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത ടേമായിട്ട് എന്ത് പറയാം? 5 സ്ക്വയർ, ദെൻ 6 സ്ക്വയർ, 6 സ്ക്വയർ എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ടേംസും എഴുതാം. എങ്ങനെയായിരിക്കും? 25, 36 എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്പർ പാറ്റേൺ സീക്വൻസ് ആണോ അല്ലേന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മതി. അടുത്ത റൂൾസ് പറയാൻ കഴിയുമോ, അടുത്ത ടേംസ് പറയാൻ കഴിയുമോ ഇല്ലേ നോക്കിയാൽ നമ്പർ പാറ്റേൺസ് സീക്വൻസ് ആണോ അല്ലേന്ന് വളരെ വേഗം നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, നോക്കൂ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. അതായത് 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സ് ആവും വേണം,
3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 1 കിട്ടണം അല്ലേ? അങ്ങനെയുള്ള ഒരു സീക്വൻസും പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, നാച്ചുറൽ നമ്പേഴ്സ് ആവും വേണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് തുടങ്ങുന്നത് അല്ലേ? എണ്ണൽ സംഖ്യകൾ 1 എന്നാണ് തുടങ്ങുന്നത്. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ 1ന് 1 ബാലൻസ് വരിക. പിന്നെ അടുത്തത് നമുക്ക് 2 ആണ്. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടുക അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ അടുത്തത് എങ്ങനെയായിരിക്കും, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. അപ്പോഴും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ 4 നോക്കൂ, 4/3. അപ്പൊ എന്താണ്, 4ന് 3 ഒരു പ്രാവശ്യമാണ്. അതിന്റെ ബാലൻസ് ശിഷ്ടം എന്ന് പറയുന്നത് 1 അപ്പൊ നമുക്ക് ഇവിടെ അത് എഴുതാം 1 4. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ നോക്കിയാൽ 5 നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 2 ആണ് കിട്ടുക. 6 നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. 7 നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണ് കിട്ടുക. 7 നോക്കി എങ്ങനെയാണ്, 7/3 നോക്കിക്കഴിഞ്ഞാൽ 2 ടൈംസ് 2 പ്രാവശ്യം 3 ഉണ്ടേനും ബാലൻസ് 1 ആയിരിക്കും, ശിഷ്ടം 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 147 എന്നുള്ളതാണ്. അടുത്തത് 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളാണ്. 2 ശിഷ്ടം വരിക എന്ന് പറയുമ്പോൾ 1 നമുക്ക് എടുക്കാൻ പറ്റില്ല. ആദ്യത്തത് നമ്മൾ 2 ആയിട്ട് എടുക്കണം. കാരണം 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലല്ലേ ശിഷ്ടം 2 കിട്ടുള്ളൂ. പിന്നെ നമുക്ക് 3 എടുക്കാൻ പറ്റില്ല. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 0 ആണ് അല്ലേ? ഒക്കെ അറിയാലോ അല്ലേ? അതറിയില്ലെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടാം കേട്ടോ. ബേസിക് റൂൾസ് അറിയാത്തവർക്ക് കമന്റിൽ പറയുകയാണെങ്കിൽ ഞാൻ ബേസിക് റൂൾസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തത് 5 നോക്കൂ. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആയിരിക്കും അല്ലേ? ഇനി അടുത്തതാണെങ്കിൽ നമുക്ക് ഇനി എഴുതാൻ പറ്റും എന്തായിരിക്കും, 8 ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓരോ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താ കിട്ടുക എന്ന് നോക്കിയിട്ട് ഞാൻ ഈ എഴുതിയത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നല്ല ഒരു റിയൽ ലൈഫുമായി ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. അത് മലയാളത്തിൽ ഇങ്ങനെയാണ്. 1000 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുകുന്നു. ഓരോ സെക്കൻഡിലും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ്? ഒരു ശ്രേണിയായി എഴുതുക. നോക്കൂ, ഇങ്ങനെയുള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ മാത്സ് പഠിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഉപയോഗമൊക്കെ നമുക്ക് മനസ്സിലാവുക. ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ നമുക്ക്? അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം നമുക്ക് 1000 എഴുതാം അല്ലേ? ഫസ്റ്റ് സെക്കൻഡിൽ. രണ്ടാമത് സെക്കൻഡിൽ എങ്ങനെയായിരിക്കും? 1000 നിന്ന് ഒരു -5 ലിറ്ററാണ് പോകേണ്ടത്. -5. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടുക? 995. ഇനി തേർഡ് സെക്കൻഡിൽ എന്തായിരിക്കും? 995 - 5 which is equal to 990. അപ്പോൾ നമ്മൾ ഈ ശ്രേണി എങ്ങനെ എഴുതുക? ഈ പറയുന്ന ശ്രേണി എന്ന് പറയുന്നത് ഏത് രീതിയിൽ പോകും? 1000, 995, 990 അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറച്ച് പോകാം. അപ്പോൾ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഈ ടാങ്ക് എപ്പോഴാണ് ഒഴിവാകുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ റിസൾട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് ആൾജിബ്ര ഓഫ് സീക്വൻസസ്, അതായത് ശ്രേണികളുടെ ബീജഗണിത രൂപം എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു സീക്വൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്കിനി അതിൻ്റെത് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പറയുന്ന സീക്വൻസസിന് നമുക്കൊരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സാണ് നമ്മൾ ആൾജിബ്ര ഓഫ് സീക്വൻസസിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അത് നോക്കാം കേട്ടോ. ഞാനൊരു സീക്വൻസ് എടുത്തിരിക്കുന്നു 3 6 9 എക്സെട്ര. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞ ടേംസും പൊസിഷനൊക്കെ നമുക്കൊന്ന് ഇവിടെ പറഞ്ഞു നോക്കാം. ഇവിടെ ഒന്നാം സ്ഥാനത്ത് ഫസ്റ്റ് പൊസിഷനിൽ നമ്മളിവിടെ എന്താണ് കാണുന്നത്? 3. ഇതിനെ നമ്മൾ ഫസ്റ്റ് ടേം
അല്ലെങ്കിൽ ഒന്നാം പദം എന്നാണ് പറയുക കേട്ടോ. ഇതിനെ നമ്മൾ എഴുതുക x1 എന്നാണ്, x1. അതുപോലെ ഇതിനെ സെക്കൻഡ് പൊസിഷനിൽ ഇതിനെ നമ്മൾ പറയാ സെക്കൻഡ് ടേം എന്നാണ്, അതായത് രണ്ടാം പദം. നമ്മൾ എഴുതുക x2 എന്നാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ x1 എഴുതി കണ്ടാൽ നമുക്കറിയാം ഇത് ഒന്നാം പദമാണ്. x2 എന്ന് പറഞ്ഞാൽ രണ്ടാം പദമാണ് എന്നറിയാം. അതുപോലെ നമുക്കിതിനെ തേർഡ് പൊസിഷനിൽ ഉള്ളത് എന്താണ്, 9 ആണ്. അതിന് നമ്മൾ തേർഡ് ടേം എന്ന് പറയും. അതുപോലെ ഈ മലയാളത്തിൽ നമ്മളിതിനെ മൂന്നാം പദം എന്ന് പറയും, x3 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ, ഇതിൻ്റെ എത്രാമത്തെ പദം വേണമെങ്കിലും പറയാൻ പറ്റും, എത്രാമത്തെ ടേം വേണമെങ്കിലും പറയാൻ പറ്റും. അതെങ്ങനെ പറയാമെന്നും കൂടെ ഇതിലൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, x1 = 3, x2 = 6, x3 = 9, ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ x1 = 3 ഞാൻ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. 3 × 1 എഴുതി ഞാൻ, ശരിയല്ലേ? 3 × 1 എന്ന് പറഞ്ഞാലും 3 തന്നെയല്ലേ. x2 = 6 ഞാൻ 3 × 2 എന്ന് എഴുതി. അപ്പോൾ നോക്കൂ, അതും ശരി തന്നെയല്ലേ, 3 × 2 6 അല്ലേ. 9 ഞാൻ 3 × 3 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 3 × 3 9 ആണെന്ന് നമുക്കറിയാം. ഇനി ഈ 1ഉം ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ x2-ൽ 2 ഉള്ളിടത്ത് 3 × 2-ലും നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 എഴുതിയിട്ടുണ്ട്. 3 എന്ന് പറയുന്നിടത്ത് ഇവിടെ 3ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് xn എന്താണെന്ന് പറയാൻ കഴിയുമോ? xn എന്ന് പറയുന്നത് നമുക്ക് പൊസിഷൻ വൈസിൽ പറയുമ്പോൾ nth പൊസിഷനാണ്, അത് nth ടേം, എന്നാം പദം എന്ന രീതിയിലാണ് നമ്മൾ പറയുക. അപ്പം നമുക്ക് എത്രാമത്തെ പദം വേണമെങ്കിലും ഈ xn വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ xn എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പറയാം, 3 × n എന്ന് പറയാം. അപ്പോൾ അതിന് നമുക്ക് എന്തെഴുതാം, 3n എന്ന് എഴുതാം. ഓക്കെ, xn = 3n എന്ന് കിട്ടി. ഇതിനെയാണ് നമ്മൾ nth ടേം, അതായത് എന്നാം പദം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദിസ് സീക്വൻസ് 3 6 9 എന്നുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ചു, 3n ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. അതായത് ഈ ശ്രേണിയുടെ 3 6 9 എന്ന് പറയുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn = 3n ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അതായത് ഒറ്റസംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. നോക്കൂ, ഒറ്റസംഖ്യകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, 1 3 5 7 etc അല്ലേ. അപ്പോൾ വേഗം നമുക്ക് ശ്രദ്ധിക്കാം. x1 എന്ന് പറയുന്നത് 1, x2 എന്ന് പറയുന്നത് 3, x3 എന്ന് പറയുന്നത് 5, x4 എന്ന് പറയുന്നത് 7. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എഴുതി നോക്കാം. എങ്ങനെ നമുക്കിത് എഴുതാൻ പറ്റും നോക്കാം. 2 × 1 - 1. നോക്കൂ, ഞാൻ എഴുതിയത് 2 × 2 - 1, 2 × 3 - 1, 2 × 4 - 1. നോക്കൂ, വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നില്ലേ? ഇവിടെ 1ഉം ഈ x1-ലെ 1ഉം ഇവിടെയുള്ള 1ഉം കൂടെ ചെയ്തത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ 2 × 1 - 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. 4 - 1 3, 6 - 1 5, 8 - 1 7. അപ്പോൾ നമുക്ക് xn എന്താണെന്ന് വളരെ ഈസി ആയിട്ട് പറഞ്ഞൂടെ. xn എന്തായിരിക്കും, ഇവിടെ 4 ഇവിടെ എവിടെയാണോ, ഇവിടുത്തെ 3 ഇവിടെ എവിടെയാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, n എന്ന് പറയുന്നത് എഴുതും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി, 2n - 1 എന്ന് ആൻസർ കിട്ടി.
ഈ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് 1 3/2 2 5/2 3 7/2 എക്സെട്ര. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിയുമോ? 1 3/2 2 5/2 3 7/2. ഇതിനെ നമ്മൾ ആദ്യം ഒരേ രൂപത്തിൽ എഴുതണം. അപ്പം നമുക്ക് ഒരേ രൂപത്തിൽ എഴുതാൻ വേണ്ടത് ഇവിടെയൊക്കെ ബൈ 2 വരണം അല്ലേ? അവിടെ ബൈ 2 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും താഴെയും ഓരോ 2 കൊണ്ട്, മുകളിലുള്ള ഈ നമ്പറിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/2 വരും. 3/2 ഒന്നും ചെയ്യണ്ട. ഈ 2/2 അടിയിൽ ഒരു 2 വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4/2 എന്ന് എഴുതിയാൽ മതി. അപ്പം നമുക്ക് അവിടെ മുകളിൽ 2 മാത്രമായിട്ട് വരും. 5/2 അങ്ങനെ തന്നെ വരട്ടെ. ദെൻ 6/2 എന്ന് എഴുതാം, 7/2 എക്സെട്ര. അപ്പോൾ ഇവിടെ x1 എന്തായിരിക്കും? 2/2 എന്നാണ് x1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഞാൻ പറഞ്ഞ ഈ നമ്പറും ഈ 2 കൂടെ നമുക്ക് ചെയ്യുമ്പോൾ 1 + 1/2 എന്ന് എഴുതി കൂടെ. അതുപോലെ x2 നോക്കൂ, 3/2 എന്നാണ്. 3/2 നമുക്ക് 2 + 1/2 എന്ന് എഴുതി കൂടെ. x3 നമുക്ക് 4/2 എന്നാണ് കിട്ടുക. അതിനെ നമുക്ക് 3 + 1/2 എന്ന് എഴുതി കൂടെ. അങ്ങനെ നമുക്ക് എല്ലാ നമ്പറിനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് xn എന്ന് പറയുന്നത് n + 1/2 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഇവിടെ 3 ഉള്ളോട്ട് ഇവിടെ 3 ആക്കി, ഇവിടെ 2 ഉള്ളോട്ട് ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ആ 3ഉം 2ഉം 1ഒക്കെ വന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? n ഫിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ബീജഗണിത രൂപം xn = n + 1/2 എന്ന് കിട്ടി. അതായത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് 1 3/2 2 5/2 3 7/2 എക്സെട്ര ഈസ് n + 1/2. ഇതിനും കൂടെ ചെയ്ത് നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. അതായത് 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. നോക്കൂ, എങ്ങനെയാണ് 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ ഉണ്ടാവുക? ഒന്ന് നോക്കി നോക്കൂ. 1 1ൽ അവസാനിക്കും അല്ലേ? പിന്നെ എന്തായിരിക്കും? 6 6 തന്നെ ആയിരിക്കും 6ൽ അവസാനിക്കുന്നത്. ദെൻ 11 ആയിരിക്കും അല്ലേ? അറിയാലോ. ദെൻ 16, ദെൻ 21 26 എക്സെട്ര. ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സെയിം നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ x1 = 1 x2 = 6 x3 = 11 എന്ന് പറഞ്ഞ് എഴുതിയ 2 3 എഴുതുമ്പോഴേക്കും നിങ്ങൾക്കത് ക്ലിയർ ആവും. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 1 വരണം. നമുക്ക് ഏറ്റവും 1 വരാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു റിലേഷൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 1ഉം 6ഉം തമ്മിലുള്ള ഇതൊരു സീക്വൻസ് ആണല്ലോ. അപ്പോൾ ഇവിടെ റൂൾ ഉണ്ടാവുമല്ലോ. ആ റൂളിൽ ഏത് രീതിയിലാണ് റൂള് പോകുന്നത് നോക്കുക. ഇവിടെ 5 കൂടി പോവുകയാണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സീക്വൻസിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 5 × 1 - 4 എന്ന് എഴുതി വെക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ ഇവിടെ 5 × 2 - 4 എന്ന് എഴുതി വെക്കും. 5 × 3 - 4 ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ. xn എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ വേരി ചെയ്യുന്നത് എന്താണ്? ഇവിടെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്പർ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മുടെ എന്നിനെ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 × n - 4 എന്ന് കിട്ടി. അപ്പോൾ 5n - 4 എന്നുള്ളതാണ് ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പോൾ കുട്ടികളെ നമുക്കിന്ന് നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അത് പോരാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ ID വെക്കാം. അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.